ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സാണ്. സിസ്റ്റർ അഖില, സിസ്റ്റർ സ്റ്റെല്ല. നമുക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. ഇവരുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഒരുമിച്ചേ പാട്ടുകൾ പാടാറുള്ളൂ. രണ്ട് കൂട്ടുകാരികളാണ് ഇവർ. നമുക്ക് വീണ്ടും ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. സ്നേഹത്തോടെ ഹാർട്ടി വെൽക്കം ഡിയർ സിസ്റ്റേഴ്സ്. താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. SH കോൺഗ്രിഗേഷൻ, അതുപോലെ തന്നെ കോതമംഗലം പ്രൊവിൻസ് അംഗങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സാണ്. കൂടുതൽ വിശേഷങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ സുഹൃത്ത് ബന്ധമാണ് നമ്മൾ അറിഞ്ഞത്. കൂടുതൽ നമ്മൾ അറിഞ്ഞതും ഇവർ ഒരുമിച്ച് പാട്ടും ഇവരുടെ ഒരുമിച്ചുള്ള ജീവിത മേഖലയുമാണ്. കൂടുതൽ വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ, വീടുകൾ എവിടെയാണ് ഒക്കെ അറിയാനുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ളൊരു പാട്ട് കേട്ടിട്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാം. പാടിടുമേ മനമേ
നല്ല ഫീലോട് കൂടി സൂപ്പറായിട്ട് പാടി ലയിച്ചിരുന്നു പോയി. ഇത് നല്ല അർത്ഥമുള്ള വരികൾ. ഇത് ബിനോജ് അച്ഛൻ്റെ അല്ലേ? ബിനോജ് അച്ഛൻ്റെ. ഓക്കെ, നല്ല പാട്ടാണ്. കാരണം അച്ഛൻ്റെ പാട്ടുകളെല്ലാം നല്ല പാട്ടാണ്. അതെൻ്റെ ആ ഫീലോട് വരികൾക്കൊക്കെ നമ്മൾ പാടുമ്പോഴാണ്, നമ്മളത് ഫീലോട് കൂടി പാടുമ്പോഴാണ് ആ വരികൾക്ക് ജീവനുണ്ടാകുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പാട്ട് പാടുന്നവരാണ്. അപ്പോൾ വരികളിൽ പാട്ട് പാടിയാലും മതിയാവില്ല. പാട്ട് പോരാ നിന്നെ ആരാധിക്കാൻ, ആയുസ്സൊന്നും പോരാ നിന്നെ ആരാധിക്കാൻ, എൻ്റെ സ്നേഹവും പോരാ. എന്തെന്ന് സൂപ്പർ വരികൾ! ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, ആ വരികൾക്കുള്ള നമുക്ക് സ്നേഹം നൽകണമെങ്കിൽ അതുപോലെ തന്നെ പാടണം. ആ ഫീലോട് കൂടി തന്നെ പാടണം. അതൊരാളല്ല, രണ്ടുപേരും ചേർന്ന് ഒരേപോലെ പാടിയപ്പോഴൊക്കെ നല്ല ഫീലായിരുന്നു. നല്ലൊരു അനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി. നല്ലൊരു അനുഭവം പ്രേക്ഷകർക്കും എനിക്കൊക്കെ നൽകിയതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഈ പാട്ട് സെലക്ട് ചെയ്തതിന് തന്നെ നന്ദി. എൻ്റെ ഹൃദയത്തിൽ പാട്ടേറെ സ്പർശിച്ചു. നല്ല സൂപ്പറായിട്ട് രണ്ടുപേരും കൂടി പാടി. നല്ല ഫീലാണ്. ആരാധനയുടെ ഒരു ഗാനമാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പതുക്കെ നമ്മൾ ആ പാട്ടിലേക്ക് ലയിച്ചു പോകും. കാരണം ഒരാളുണ്ട്, എൻ്റെ സ്നേഹത്തിൻ്റെയും എൻ്റെ കഴിവുകൾക്കപ്പുറം എനിക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നമുക്ക് എത്രത്തോളം കൊടുത്താൽ പോലും ഈശോയുടെ സ്നേഹമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റിയല്ല. അതാണ് വരികൾ. വരികൾക്ക് ജീവൻ നൽകി നിങ്ങൾ പാട്ടുകൾ ഒരുമിച്ച് പാടിയപ്പോൾ സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട്. താങ്ക് യു അച്ഛാ. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം, കൂട്ടുകാരികളാണ്, പക്കാ കൂട്ടുകാരികൾ. പക്ഷെ പല കാര്യങ്ങളും വിട്ടുപോയി. വീട്ടുകാര്യങ്ങളൊന്നും ചോദിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് വീട്ടുകാര്യങ്ങൾ ചോദിക്കാം. ഗില സിസ്റ്റർ ആദ്യമേ എവിടെ നിന്നാണ് വരുന്നത്, മാതാപിതാക്കൾ, ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ വീട് കദളിക്കാട്, തൊടുപുഴ അടുത്ത് കദളിക്കാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, അമ്മ, ചേട്ടായി, അനിയത്തി, ഇത്രയും പേരാണ് ഉള്ളത്. പപ്പ ഡ്രൈവറായിരുന്നു. ഇപ്പം ഇച്ചിരി സുഖമില്ലാതെ സ്ട്രോക്ക് വന്ന ആൾ കിടപ്പാണ്. അമ്മ പപ്പേനെ ശുശ്രൂഷിക്കുന്നു. ബ്രദറ് കാനഡയിലാണ്, കല്യാണം കഴിഞ്ഞു. ചേച്ചിയുണ്ട്. അനിയത്തി ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അവൾ. ഇതാണ് എൻ്റെ കുടുംബം. നല്ലൊരു ഫാമിലി. മാതാപിതാക്കൾക്കൊക്കെ അഭിമാനമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ മക്കളെല്ലാവരും ഉണ്ടെങ്കിലും ഒരു സമർപ്പിത പ്രാർത്ഥിക്കുന്ന അത്രയും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊക്കെ ഒരു പ്രാർത്ഥന സിസ്റ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് മേഖല എങ്ങനെ നിങ്ങൾ മക്കൾ പാടുന്ന മാതാവ്? എൻ്റെ അമ്മ വലിയൊരു പാട്ടുകാരിയാണ്. അമ്മയിലൂടെയാണ് ഞങ്ങൾക്ക് എല്ലാവരും, എൻ്റെ അനിയത്തി നന്നായി പാടും, ഞങ്ങളെല്ലാവരും തന്നെ പാടും. അമ്മയാണ് ഞങ്ങളെ. എൻ്റെ അമ്മയുടെ വീട് നാഗപ്പുഴയാണ്. അപ്പം ഞങ്ങളെ ചെറുപ്പം മുതൽ അമ്മ മാതാവിനോടുള്ള ഭക്തിയിലാണ് വളർത്തിയിരിക്കുന്നത്. നാഗപ്പുഴ പള്ളി അമ്മ, നാഗപ്പുഴ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മയാണ് ഞങ്ങളെ നാഗപ്പുഴ അമ്മയോട് ചേർത്തത്. അപ്പം അമ്മ നാഗപ്പുഴ പള്ളി പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പം എൻ്റെ അമ്മ പണ്ട് പറയുമായിരുന്നു, അമ്മയുടെ ചാച്ചന് അമ്മ പാടുന്ന അത്ര വലിയ ഇങ്ങനെ പാട്ടുകൾക്കൊന്നും പാടുന്ന വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ പാട്ട് പാടണമെന്നും പള്ളിയിൽ പാടണം അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അധികം അങ്ങനെ പാടിയിട്ടില്ല. അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ കൊച്ചിലൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പള്ളിയിൽ പാടുന്നതും ഇപ്പം സിസ്റ്ററായിട്ടും എൻ്റെ അമ്മയ്ക്കൊരു സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പം അമ്മ പറയുന്ന അങ്ങനെയാണ്, എല്ലാം എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം എന്നിലൂടെ സാധിക്കുന്നു എന്ന് അമ്മയ്ക്കത് കണ്ട് സന്തോഷിക്കാൻ പറ്റുന്നു. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് CMI സഭയാണ് എന്നെ ഇത്രയധികം വളർത്തിയെന്ന് പറയാം. എൻ്റെ വീട് നേരത്തെ മൂവാറ്റുപുഴയായിരുന്നു. CMI പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്. അവിടെ പള്ളിയിൽ ചെറുപ്പം മുതലേ പാടിയാണ് ഞാൻ വളർന്നത്. സിസ്റ്റർ ഷാരോൺ എന്ന് പറയുന്ന ഹോളി ഫാമിലി സിസ്റ്ററാണ്. സിസ്റ്റർ ഷാരോൺ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ് എന്നെ ആദ്യമായിട്ട് CMIയിലെ ആശ്രമത്തിൽ പാടിപ്പിച്ചത്. മൈക്കെടുത്ത് ആദ്യമായിട്ട് പാടാനായിട്ട് എനിക്ക് സപ്പോർട്ടും അല്ലെങ്കിൽ ധൈര്യവും പേടിയായിരുന്നു എനിക്ക് മൈക്കെടുക്കാൻ. ഞാനൊരു 6ൽ 7ലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാടാനായിട്ട്. പിന്നെ അവിടുത്തെ ബ്രദേഴ്സായാലും അച്ഛന്മാരായാലും നല്ല സപ്പോർട്ടായിരുന്നു. കുഞ്ഞിലേ മുതലേ ഞാൻ ശരിക്കും CMIയിൽ വളർന്നു എന്ന് പറയാം. എപ്പോഴും വൈകുന്നേരം എൻ്റെ ചേട്ടായി അവിടെ CMIയിൽ അച്ഛന്മാരുടെ അടുത്ത് കളിക്കാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ബർത്ത്ഡേക്കായാലും, എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 25, അത് സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ്.
അപ്പോൾ എനിക്ക് ആർക്കും മുട്ടായി കൊടുക്കാൻ പറ്റില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് CMIയിലെ അച്ഛന്മാർക്കും ഹോളി ഫാമിലിയിലെ സിസ്റ്റേഴ്സിനും മുട്ടായി കൊടുക്കുന്നത്. അവരെന്തെങ്കിലും തരും, ഒന്നെങ്കിൽ ഒരു കൊന്തയോ ഒരു രൂപയോ, അതൊക്കെ കിട്ടുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ടവലോ. CMIയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടി വളർന്നു വന്നത്. അവിടെ ആശ്രമത്തിൽ പാടിയാണ് ഞാൻ എന്താ പറയണേ, സ്വരം തെളിഞ്ഞ് പാടി വന്നത്. ഓക്കെ. അപ്പോൾ കുടുംബം ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ എടുക്കുകയാണ്. കുടുംബത്തിൽ പ്രത്യേകിച്ച് അസുഖമായിരിക്കുന്ന ചാച്ചനെ ഞങ്ങൾ ഓർക്കുന്നു. ചാച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഇത് കാണുമ്പോൾ അമ്മച്ചിക്ക് അഭിമാനമായിരിക്കും. അമ്മ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ തന്നെ തലത്തിൽ തന്നെ എത്തപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു സിസ്റ്റർ ആകാനായിട്ട് പറ്റി. പാട്ട് മേഖല അമ്മയ്ക്ക് പാടാനെ കുറച്ചൊക്കെ പറ്റി. പക്ഷേ മൊത്തത്തിൽ അല്ലെങ്കിൽ എപ്പോഴും പാടാനായിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടന്നില്ല. മകളിലൂടെ എല്ലാം നിറവേറുകയാണ്. അമ്മ ദൈവത്തിന് നന്ദി പറയൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. നല്ലൊരു ഫാമിലി ദൈവം സമൃദ്ധമായിട്ട് കുടുംബത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളെല്ലാവരെയും. ഇനി നമുക്ക് സ്റ്റെല്ല സിസ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ പാട്ട് കേട്ടു. നമുക്ക് സിസ്റ്ററിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. സ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നിൻ ഹൃദയത്തിൽ യേശു വാസമായി. സ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നിൻ ഹൃദയത്തിൽ യേശു വാസമായി. ഇന്നിന്നും
ഈശോ എൻ ജീവിത കേന്ദ്രം, എൻ്റെ ഈശോ എൻ കേകത്തിൻ നാഥൻ. ഈശോ എൻ ജീവിത കേന്ദ്രം, എൻ്റെ ഈശോ എൻ കേകത്തിൻ നാഥൻ. കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ ഏറിയിടിലും, കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ ഏറിയിടിലും, എല്ലാം എല്ലാം അറിയുന്നി ദൈവമേ നിന്നിലാണെൻ ബലം. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ. സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം എന്നിൻ ഗത്തിൽ യേശു വാസമാ. ആത്മാവിൽ അലഞ്ഞുറിയും സ്തുതിഗീതം പാടാം, ആത്മാവിൽ അൾത്താരയിൽ ആരാധനയേകാം. ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേക്കാരാധന. സൂപ്പറായി, നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇതൊരു നല്ലൊരു പാട്ടാണ്. അശോകച്ചൻ്റെ നല്ലൊരു പാട്ട്. അശോകച്ചനൊക്കെ എന്തോരം പാട്ടുകളാണ് നമുക്ക് സഭയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് തന്നെ സെലക്ട് ചെയ്ത് അച്ഛൻ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി കാണും. അത്ര വളരെ ഭംഗിയായിട്ട് ഫീലോട് കൂടിയാണ് സിസ്റ്റർ പാടിയത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വോയിസും ഉണ്ട് സിസ്റ്ററിന്. അതൊരിക്കലും കുറയാതെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ദൈവം അത് ഉപയോഗിക്കട്ടെ. ദൈവത്തിന് വേണ്ടി സിസ്റ്ററും ഉപയോഗിക്കുക. രണ്ടുപേരും സൂപ്പറാണ്. അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് സിസ്റ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീട് എവിടെയാണ് സിസ്റ്ററിൻ്റെ? എൻ്റെ വീട് രാജക്കാടാണ്. വീട്ടിൽ പപ്പ മമ്മി ഒരു അനുജനാണുള്ളത്. അനുജൻ ആലുവയിലെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ പപ്പ മമ്മി കർഷകരാണ്. അവരങ്ങനെ കൃഷിയൊക്കെ ചെയ്തങ്ങനെ പോകുന്നു. പാട്ട് മേഖലയിലേക്ക് എങ്ങനെയാണ്? ഞാൻ പാട്ട് മേഖലയിലേക്ക് വന്നത് ആദ്യ നാളുകൾ, അതായത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്നേരം ടീച്ചേഴ്സ് പറയും പാട്ടൊക്കെ നിങ്ങൾ കഴിവുള്ളവർ പാടണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി മമ്മിയോട് പറഞ്ഞു, മമ്മി പാട്ട് മത്സരമുണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ. അപ്പം മമ്മി പറഞ്ഞു നിനക്ക് പാട്ട് പാടാൻ അറിയത്തില്ലല്ലോ എന്നിങ്ങനെ മമ്മി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പാടണം എന്ന് പറഞ്ഞു. എന്നാൽ പഠിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ ആരെങ്കിലും വേണം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ പാട്ട് അത്യാവശ്യം പാട്ടൊക്കെ പാടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പാട്ട് പഠിപ്പിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പാട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ ലളിതഗാനാണ് പാടിയത്. പാട്ടെന്നെ പഠിപ്പിച്ചു. പോയി പാട്ട് പാടി. അന്ന് പാട്ട് പാടിയ പ്രാവശ്യം തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഫസ്റ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മമ്മിയുടെ വീട്ടിൽ വന്നിട്ട് മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് പാട്ടിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും മമ്മി വിശ്വസിച്ചില്ല. മമ്മി പറഞ്ഞു നിനക്ക് പാട്ടിൽ ഫസ്റ്റോ? ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഫസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അന്ന് മുതലാണ് ഞാൻ പാടാനായിട്ട്. പിന്നെ എല്ലാ വർഷവും സ്കൂളിലെ കോമ്പറ്റീഷന് വരുമ്പോൾ പാടാനായിട്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ എന്നെ റോസാരിയ എന്ന് പറയുന്ന സിസ്റ്ററാണ്, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തന്നെയുള്ള സിസ്റ്ററാണ് എന്നെ പിന്നീട് പാടാനായിട്ട് കൂടുതൽ എനിക്ക് പ്രചോദനം തന്നത്. പിന്നെയാണ് അങ്ങനെ പള്ളിയിലേക്ക് എല്ലാ കൊയറിലും എല്ലാത്തിനും പങ്കെടുക്കും, പിന്നെ കോമ്പറ്റീഷന് പങ്കെടുക്കും. അങ്ങനെ പാട്ട് മേഖലയിലേക്ക് വന്നത് അങ്ങനെയാണ്. അമ്മ കേൾക്കുന്നുണ്ടെന്നോ അല്ലേ? ആദ്യമായി ഡിസ്കറേജ് ചെയ്തു എന്ന് വെച്ചാൽ അമ്മ നോക്കുമ്പോൾ അമ്മ അങ്ങനെ പാടി കേട്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അല്ലേ ഒരു പാടാനുള്ളൊരു പ്രചോദനം ഉണ്ടായി. പിന്നീട് എപ്പോഴാണെങ്കിലും മമ്മിക്ക് സന്തോഷമാണ് എന്നെ പാടി കേൾക്കുന്നതൊക്കെ. അത് വളരെ സന്തോഷമായിട്ട് എപ്പോഴും പറയും നിനക്ക് അവസരം കിട്ടുമ്പോൾ പാടാനായിട്ട് പോകണം എന്നൊക്കെ മമ്മി എപ്പോഴും തന്നെ പറയാറുണ്ട്. തീർച്ചയായും അത് നമ്മുടെ ഒരു സമൂഹമാണ് നമ്മളെ വളർത്തുന്നത്.
അത് ഈശോയാണത്. നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ അവൻ നമ്മളെ കുറേ വളർത്തും. അവൻ്റെ എന്നാ പറയുക, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു പാട്ട് പഠിപ്പിക്കാനൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാട്ട് പാടി 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 ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രൊഫഷണൽ ഗായിക പോലെ തന്നെയായി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പോൾ വേറെ ഒരു ഫീലാവട്ടെ, രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പോഴുള്ള. ഇപ്പോൾ പേരൻസൊക്കെ വളരെ ഹാപ്പിയാണ് അല്ലേ? അവരെല്ലാം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇനി ദൈവവിളിയെ പറ്റിയാണ് ഇനി കൂടുതൽ അറിയാനുള്ളത്. അത് മിക്കവാറും നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്കത് കുറച്ച് നീട്ടി വയ്ക്കാം, കാരണം ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് പാടുമ്പോഴും നല്ലതാണ്, അതിന് മോശമൊന്നുമല്ല, ഒരു കുഴപ്പമില്ല, നല്ല വോയിസാണ് രണ്ടുപേരുടെയും, ഒന്നിനൊന്നും മെച്ചം, അടിപൊളിയാണ് രണ്ടുപേരും. പക്ഷെ അത് ഒരുമിച്ച് പാടുമ്പോൾ അത് അതിൻ്റെ ഇരട്ടിയാവുകയാണ്. അപ്പോൾ സിസ്റ്റർ സിംഗിൾ സോങ് പാടിയപ്പോൾ നല്ല ഫീലാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് പാടാൻ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾ രണ്ടുപേരുടെ മേലുണ്ടാകട്ടെ. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രോവിൻസിലെ അംഗങ്ങൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഈ കൂട്ടുകാരികൾ എല്ലാവർക്കും മാതൃകകളാകട്ടെ. സമൃദ്ധമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു. താങ്ക് യു അച്ഛാ. ജാതനായി നാഥൻ ജാതനായി, ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. ജാതനായി നാഥൻ ജാതനായി, ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. മാനവ പാപങ്ങൾ നീക്കിടുവാനായി ഭൂമിയിൽ ജാതനായി, നാഥൻ ഭൂമിയിൽ ജാതനായി. മാനവ പാപങ്ങൾ നീക്കിടുവാനായി ഭൂമിയിൽ ജാതനായി, നാഥൻ ഭൂമിയിൽ ജാതനായി. ജാതനായി നാഥൻ ജാതനായി, ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. മതൻ മേരിക്കും യൗസപിതാവിനും പൊന്നോമൽ മകനായി വന്നു പിറന്നു ഉണ്ണീശോ. അമ്മതൻ മേരിക്കും യൗസപിതാവിനും പൊന്നോമൽ മകനായി വന്നു പിറന്നു ഉണ്ണീശോ. മാലാഖമാരവർ പാടിയ ഗീതം കേട്ട് ആട്ടിടയർ കൂട്ടമായി വന്ന് നാഥനെ കണ്ടു വണങ്ങി. മാലാഖമാരവർ പാടിയ ഗീതം കേട്ട് ആട്ടിടയർ കൂട്ടമായി വന്ന് നാഥനെ കണ്ടു വണങ്ങി. നാഥനെ കണ്ടു വണങ്ങി. ജാതനായി നാഥൻ ജാതനായി, ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. വാനീതാരം കണ്ടൊരു നേരം ഉണ്ണിയെ കാണാൻ രാജാക്കന്മാർ യാത്രയായി. വാനീതാരം കണ്ടൊരു നേരം ഉണ്ണിയെ കാണാൻ
രാജാക്കന്മാർ യാത്രയായി. പൊന്നും മീറയും കുന്തിരിക്കാവും നാഥന്റെ മുൻപിൽ കാഴ്ചയേകി അവർ നാഥനെ കണ്ടു വണങ്ങി. പൊന്നും മീറയും കുന്തിരിക്കാവും നാഥന്റെ മുൻപിൽ കാഴ്ചയേകി അവർ നാഥനെ കണ്ടു വണങ്ങി. അവർ നാഥനെ കണ്ടു വണങ്ങി. ജാതനായി നാഥൻ ജാതനായി. ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. മാനവ പാപങ്ങൾ നീക്കിടുവാനായി ഭൂമിയിൽ ജാതനായി. നാഥൻ ഭൂമിയിൽ ജാതനായി. മാനവ പാപങ്ങൾ നീക്കിടുവാനായി ഭൂമിയിൽ ജാതനായി. നാഥൻ ഭൂമിയിൽ ജാതനായി. ജാതനായി നാഥൻ ജാതനായി. ശ്രീയേശുനാഥനിതാ ഭൂമിയിൽ ജാതനായി. അച്ഛ സൂപ്പർ, അടിച്ചു പൊളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അച്ഛൻ്റെ വോയിസ് ആ പാട്ടിന് നന്നായി ചേരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ഇതൊരു ഒരു നാടൻ ശൈലിയായിട്ടൊരു ഇങ്ങനെ ഒരു ഓളമുള്ളൊരു പാട്ട് പാടിയപ്പോൾ തന്നെ ഒരു ഇഷ്ടമായിരുന്നു ഈ പാട്ട്. ഓക്കെ, അപ്പോൾ നന്ദി പറഞ്ഞാലും മതി വരില്ല. നിങ്ങളുടെ സാന്നിധ്യം ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു സാന്നിധ്യമാണ് നിങ്ങൾ രണ്ടുപേരുടേത്. നിങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ ചാച്ചൻ രോഗാവസ്ഥയിൽ, അമ്മ ശുശ്രൂഷിക്കുന്നു. കുടുംബം മുഴുവൻ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ കുടുംബം എല്ലാവരും സന്തോഷിക്കുകയാണ്. ദൈവം ഇത്രമാത്രം സിസ്റ്ററിലൂടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ജീവിതത്തിലും മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം സന്തോഷിക്കുകയാണ്. സിസ്റ്റർ വഴിയായിട്ട് ഒരു കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇത് മാത്രമല്ല, സഭയൊക്കെ സന്തോഷിക്കുന്നു, നിങ്ങളുടെ പ്രോവിൻസ് സന്തോഷിക്കുന്നു, കോൺഗ്രിഗേഷൻ സന്തോഷിക്കുന്നു. അതിനുപരിയായിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് പരിചയപ്പെട്ടു. നിങ്ങളുടെ സുഹൃത്ത് ബന്ധം മനസ്സിലാക്കി, എത്രയോ ആഴത്തിലാണെന്ന് മനസ്സിലാക്കി. അതെല്ലാം ഞങ്ങൾക്കൊരു പ്രേരണയാണ്, പ്രചോദനമാണ്. ദൈവത്തിന് ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. സമൃദ്ധമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് ഞങ്ങളെല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ